എവിടെയാ നമ്മള് മാമ എവിടെയാണ്? നമ്മുടെ ആതിരപ്പള്ളി. വെള്ളം കുടിക്കൂലേ? വാമിത അങ്ങനെ ഏറുമാടം കാണാൻ പോണം. ഹലോ നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു കാട് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പം അമ്മുണ്ട്, വാമിയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടൻ്റെ വൈഫുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ടോ, നമ്മൾ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് പുതുതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആരംഭിച്ചുള്ള ഒരു ജംഗിൾ സഫാരിയാണ്. അതായത് കാടിനുള്ളിലൂടെ ഒരു 4 മണിക്കൂർ നേരം ജീപ്പിൽ ഒരു സഫാരി. അപ്പോൾ അടുത്ത് തുടങ്ങിയ ഒരു ടൂറിസം പ്ലാനാണ് ഈ സംഭവം. അപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ. ഇപ്പോൾ രാവിലെ 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു, സമയം കുറച്ച് ലേറ്റായി. 7:30ക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ മുത്തങ്ങയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കാടിനുള്ളിലൂടെ 4 മണിക്കൂർ നമുക്ക് ജീപ്പിൽ സഫാരി നടത്താം, മൃഗങ്ങളൊക്കെ കാണാം. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തുടർന്ന് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ് എന്ന് പറഞ്ഞ മഹീന്ദ്രയുടെ വണ്ടിയാണ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ പോയി, നമ്മൾ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഇത് നമ്മളെ എന്താ പറയുക, നമ്മളെ ആ സിൽവർ സ്റ്റോമിൻ്റെ ഓപ്പോസിറ്റ് പാലം കയറി കല്ലാൽ എസ്റ്റേറ്റ് വഴി നമ്മളിങ്ങോട്ട് വരണം. ബ്ലോക്ക് 15 തോന്നുന്നു ഈ ഒരു ഓഫീസ് വരുന്നത്. അപ്പോൾ ആ വഴിയിൽ നിന്ന് ഇതാവാൻ വേണ്ടി കുറച്ച് നമ്മൾ കറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ ജീപ്പ്. നല്ല കീട്ടിലും ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. മഹീന്ദ്ര താറാണ്. നമ്മളിതാ പിള്ളേരുണ്ട്, നമ്മൾ മൊത്തം 5 പേരുണ്ട്. മയിലിൻ്റെ ശബ്ദം കേൾക്കാം. അപ്പോൾ മൊത്തം 5 പേരാണ് നമ്മളുള്ളത്, പിള്ളേരടക്കം. അപ്പോൾ 4 പേര് മുതൽ 6 പേർക്ക് വരെ ഒരു ജീപ്പിൽ പോകാവുന്നതാണ്. ഇപ്പോൾ സൈഡൊക്കെ ഓപ്പണാണ് ജീപ്പിൻ്റെ. അപ്പോൾ അവിടെ തന്നെ ഓഫീസ്, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ നമ്മൾ ജീപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ റേറ്റ് എത്രയാണ്, ബാക്കി ഡീറ്റെയിലൊക്കെ നമ്മൾ വഴിയേ പറയാം. നമുക്ക് പോവാൻ തോന്നുന്നു. ഇതാരാ മാമിയത്? ഇതാരാ? പോലീസുകാരനാണോ? ആരാ എന്നോട് പറഞ്ഞു പോലീസുകാരനാന്ന്? കണ്ടോ? അതെ അതെ, ഇത് പോലീസുകാരനല്ല, ഇത് ഫോറസ്റ്റുകാരനാ. ഫോറസ്റ്റാണ്, ഫോറസ്റ്റ്. ഏത്? അത് ഓഫീസ്. നമ്മൾ ഇവിടെ നിന്നാണ്, ഇത് ഈ വണ്ടിയിൽ നമ്മൾ പോവാ. നമ്മൾ ആനെ കാണേ. അമ്മയ്ക്ക് ആനെ കാണണ്ടേ? കാർ എടുത്തല്ല, നമുക്ക് ഈ ജീപ്പിൽ പോവാം. ജീപ്പിന്റെ ടയർ നോക്ക്. നീ കണ്ടാ ജീപ്പിന്റെ ടയർ? കണ്ടാ? ഇത് വലിയ ടയറല്ലേ. കേറിക്കോ. ഹലോ വെക്കി. പോവാണോ? ടാറ്റാ. അങ്ങനെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. രാവിലെ 7 മണിക്കുള്ള സഫാരിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പക്ഷേ വഴി ഒന്ന് കുഴക്കിയെന്ന് പറയാം. എത്തിയപ്പോൾ 7:30 കഴിഞ്ഞു. രാവിലെ 2 ജീപ്പാണ് സഫാരി നടത്തുന്നത്. അന്നത്തെ 2ാമത്തെ ടീം ഞങ്ങൾക്ക് മുന്നേ തന്നെ യാത്ര തിരിച്ചിരുന്നു. എറണാകുളം ജില്ലയിലാണ് അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ വരുന്നത്. അതായത് നമ്മുടെ സിൽവർ സ്ട്രോമിന് ഓപ്പോസിറ്റുള്ള വെറ്റിലപ്പാറ പാലം കയറി കല്ലാൽ എസ്റ്റേറ്റ് വഴി വന്ന് ബ്ലോക്ക് 9 ഈ സ്റ്റേഷൻ വരുന്നത്. ഈ വഴി നമുക്ക് മലയാറ്റൂരിലേക്കൊക്കെ യാത്ര ചെയ്യാം. പക്ഷേ ആനകളുടെ സാന്നിധ്യം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്ന റൂട്ടാണ്. അതിനാൽ ഈ റൂട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ജീപ്പ് സഫാരി ആദ്യം പിന്നിടുന്നത് റബ്ബർ പ്ലാന്റേഷനാണ്. അത് കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ തന്നെ തേക്ക് പ്ലാന്റേഷനും ഉണ്ട്. അതും കഴിഞ്ഞാണ് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. കേരളത്തിൽ നിരവധി വനപ്രദേശങ്ങളുണ്ടെങ്കിലും വനംവകുപ്പിൻ്റെ കീഴിലുള്ള ജീപ്പ് സഫാരി നമ്മൾ ഈ തെക്കൻ ഭാഗങ്ങളിൽ വളരെ കുറവാണ്. ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വയനാട്ടിലുണ്ട്, അതേപോലെ പറമ്പിക്കുളത്തൊക്കെ ഉണ്ടെങ്കിലും മറ്റെവിടെയും അത്തരത്തിലുള്ള സംവിധാനം നേരിട്ട് വനംവകുപ്പ് നടത്തുന്നില്ല.
അതിനാൽ തന്നെ അതിരപ്പള്ളി വനത്തിനെ പറ്റി കൂടുതൽ അറിയാനും ആസ്വദിക്കാനും ഈ ഒരു സഫാരിയിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ മലക്കപ്പാറൊക്കെ പോകുന്ന വഴിക്ക് കാണുന്ന ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴ കാണാം, അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാം. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി നടന്നു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ താഴ്ഭാഗത്തേക്കാണ് പോകുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ. അത് കഴിഞ്ഞ് നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം കാണാം. വെള്ളച്ചാട്ടം കാണാൻ പോവാണല്ലേ? നടക്ക് അമ്മോ, പോട്ടെ മാമിയെ ഞാൻ നോക്കി. എടാ വീഴുവാടാ ഇത് അമ്മു പിന്നാലെ വരുന്നുണ്ട്. കൈ പിടിച്ചാൽ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഇതാ അമ്മു മാമി കൂടി പോലീസ് മാമൻ്റെ കൈ പിടിക്കാന്ന് പറഞ്ഞിട്ട് മാമി ഇതാ നല്ല സാറേ പേരെന്താ? വിനീത്. പോലീസ് മാമൻ്റെ കൈ പിടിച്ച് വാമി പോകുന്നുണ്ട്. ഒരു കോഴി വേഴാമ്പലത്തോ ആ മരതാ പറന്നുപോയി. മോൾഭാഗം ഉണ്ടോ ഭയങ്കര വേറൊരു രസം കേട്ടോ മൊത്തത്തിൽ കാണാൻ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ താഴത്തേക്ക് പോവാം. കുറച്ച് ചെരിവുണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കി ഇറങ്ങിക്കോ അമ്മ. നമുക്ക് ഇവിടെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം താഴെ. അതോ ഇടയിൽ കൂടെ നോക്കിയാൽ പുഴ കണ്ടതോ ഇതാ പുഴ. അപ്പോൾ നമ്മളിപ്പോഴും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ ഈ ട്രക്കിങ്ങിലൂടെ ഈ സഫാരിയിലൂടെ നമുക്ക് കിട്ടുന്നത്. വള്ളി പിടിച്ച് ചാട് സ്വാമി, വള്ളിച്ചാട്ടം അങ്ങനെ. കരിയിലായതുകൊണ്ട് സ്ലൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നോക്കി കണ്ടും ഇറങ്ങണം എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നല്ല ചൂട് ആനപ്പിണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് എരണ്ടച്ചാറ് പോലും പോകാത്ത, ജസ്റ്റ് ചെവിക്കുന്ന പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് കയറിപ്പോയതാവും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇഷ്ടംപോലെ ആനപ്പിണ്ട റോട്ടിൽ കാണാം. പിന്നെ കാട്ടുപോത്ത് രണ്ടെണ്ണത്തിനെ കണ്ടു. ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് പുഴ, പിന്നെ അതിരപ്പള്ളിയുടെ മറ്റൊരു ഭാഗം. അപ്പം ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ജീപ്പ് സഫാരി കൂടാതെ ട്രക്കിംഗ് കൂടി ഉണ്ട് ഇവിടെ. നടന്ന് വരുന്നു 9 കിലോമീറ്റർ. അതും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരിക. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ചൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പോവാം. പിന്നെ അതെല്ലാം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജീപ്പിൽ വന്നിട്ട് ഇങ്ങനെ നടന്നു വരാം. വേണ്ട ചാലക്കുടി പുഴ, വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കാം. നമ്മളിത് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ബാക്കിൽ വരുന്നുള്ളൂ. നമ്മൾ ആദ്യം ഇങ്ങോട്ട് പോകുന്നത് മാത്രം. എന്താ മോനെ, ഇതാണ് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്.
കിടുവല്ലേ കിടു. അപ്പോൾ ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇതാ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന സാധാരണ വരുന്ന നമ്മളെ ടൂറിസം സഞ്ചാരികളെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളതിൻ്റെ എതിർവശത്താണ്. അപ്പോൾ ഈ ഒരു പാക്കേജിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഇവരൊരു ട്രക്കിംഗ് ഉണ്ട് നടന്നു പോകുന്നത്. ഈ 2 വഴി മാത്രമാണ് നമുക്ക് ഈ സൈഡിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ കാണണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ പാക്കേജ് മസ്റ്റ് എടുക്കുക. ഡീറ്റെയിൽ നമ്മൾ വഴിയെ പറയാം ബാക്കി കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ആമി എവിടെയല്ലേ? അതെ, ഈ ട്രക്കിങ്ങിൽ ആദ്യമായിട്ട് കുട്ടികളെ കൊണ്ടുവരുന്നത് നമ്മളെ ഫാമിലിയാണെന്നാണ് ഇവിടെ നിന്ന് അന്വേഷിച്ച് പറഞ്ഞത്. ഒരു വലിയൊരു പാറ ഉണ്ടോ, അത് അവർ നടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് വലിയൊരു പാറ കേട്ടോ. ആമി വെള്ളച്ചാട്ടം എവിടെ വെള്ളച്ചാട്ടം? അപ്പോൾ നമ്മളിതാ താഴത്തേക്കുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് നേരെ താഴേക്ക് തന്നെയാണ്. പുഴയുടെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഈ പോണ വഴി ആകെ കരികില കാരണം ഭയങ്കര സ്ലിപ്പറിയാണ്. ഏട്ടാ എവിടെയാ എവിടെയാണ് നമ്മുടെ ആതിരപ്പള്ളി? റെയിൻ ഫോറസ്റ്റ്. വാമിയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. വാമിയെ സത്യം പറഞ്ഞത് രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ. എന്നൊക്കെ പറഞ്ഞാലും സംഭവം നമ്മളെ മറ്റേ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എത്ര അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സാധാരണ അവിടെ വരെയൊക്കെയാണ് ആൾക്കാർ നിൽക്കുന്നത്. പക്ഷെ ഇതെന്തായാലും നമ്മൾ നേരെ താഴത്താണ്. അവിടെ വരെയൊക്കെ പോവാം, അവിടെ വരെയൊക്കെ ആൾക്കാർ പോകാറുണ്ട്. പക്ഷെ വഴുക്കലുണ്ടാവും. അപ്പം അതുകൊണ്ട് നമുക്ക് അത്ര സേഫല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് അധികം പോകാത്തത്. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി മഴക്കാലമൊക്കെ ആണെങ്കിൽ ഗംഭീരമായിരിക്കും. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും ഈ മലയുടെ അടിഭാഗത്തു നിന്നൊക്കെ കാണുമ്പോൾ. എന്തായാലും മഴക്കാലത്തൊക്കെ ഒന്നുകൂടി വരണം. മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും ഈ ഒരു കാഴ്ച തന്നെ നല്ല എന്താ പറയുക കിടുവാണ്. അതാണ് നമ്മൾ റെയിൻ ഫോറസ്റ്റ് റിസോർട്ടാണ് കാണുന്നത്. വെള്ളച്ചാട്ടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാൽക്കണി ഇരുന്ന് കഴിഞ്ഞാൽ റൂമിൽ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നൊരു വ്യൂ ഉള്ള ഇവിടുത്തെ ഏക റിസോർട്ടാണത്. ഇതൊരെണ്ണം അവിടെ ഉണ്ട്. എന്തായാലും പൊളിയാണ്. നമുക്ക് ഇവിടുന്ന് പയ്യെ പോകണം. 20 മിനിറ്റാണ് ഇവിടെ അനുവദിച്ചുള്ള സമയം. തിരിച്ച് മുകളിൽ കയറിയിട്ട് വേണം നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ. ഓ അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്. കുറേ നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഫോട്ടോ ഒക്കെ എടുത്ത് വാമിയൊക്കെ വെള്ളത്തിലിറങ്ങി. വാമി ഇങ്ങോട്ട് വാ. വെള്ളത്തിലൊക്കെ ഇറങ്ങി. അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതായത് അതിരപ്പള്ളിയുടെ ഇത്രയും അടുത്തുള്ള ഒരു മനോഹരമായ വ്യൂ വേറെ ആർക്കും കിട്ടില്ല. ഈ ട്രക്കിങ്ങിന് വരണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. ഏകദേശം 20 മിനിറ്റ് സമയമായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് തിരിച്ച് മുകളിലോട്ട് പോകാം. ഇനിയും ജീപ്പ് സഫാരി ഇനിയും ബാക്കിയുണ്ട്. പകുതി ദൂരം പോലും ആയിട്ടില്ല നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ ടോപ്പിലേക്ക് വന്നു. ഇപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടോ വെള്ളം താഴത്തേക്ക് വീഴുന്ന സ്ഥലം കണ്ടോ, ഈ സ്ഥലം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാം. അപ്പോൾ അതാണ് അതിരപ്പള്ളിയുടെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാം, അവിടെ കണ്ടോ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടം വരെ എത്താൻ പറ്റുള്ളൂ. നമുക്കാണ് ഇതിൻ്റെ അടുത്ത് വരെ പോവാം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ വേറൊരു ട്രക്കിംഗ് ഉണ്ട് നടന്നു പോകുന്നതുള്ളത്. അവർക്ക് ഈ ടോപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്മൾ താഴത്തേക്ക് പോയ ഭാഗത്തേക്ക് അവർക്കും എൻട്രി ഇല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ താഴത്തെ ഭാഗം നമ്മളിപ്പോൾ പോയത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോറസ്റ്റിലെ ജീപ്പ് സഫാരി തന്നെ എടുക്കണം. എടുത്താൽ മാത്രമാണ് അതിരപ്പള്ളിയുടെ ഏറ്റവും അടുത്തുള്ള താഴത്തു നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ ഇതാണ് നമ്മളെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ കണ്ടോ ആൾക്കാർ വന്ന് നിൽക്കണുണ്ടോ, അപ്പുറത്ത് വരുന്ന ആളുകൾ. അപ്പോൾ ഇതാണ്, ഇവിടെ ഒരു കുഴിയാണ്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. അതിൻ്റെ മുകളിൽ കണ്ടോ ഇവിടെ ഒരു കുഴിയാണ്. ആ കുഴിയിലേക്ക് വെള്ളം പതിച്ചിട്ടാണ് നേരെ താഴത്തേക്ക് പോകുന്നത്. ഇവിടെ താഴത്തേക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ നമ്മളിതാ നിന്നത് അവിടെയായിരുന്നു, ഈ പാറയുടെ ഇടയിലൊക്കെ നമ്മൾ പോയിരുന്നത്, താഴത്ത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇതാണ് അതിരപ്പള്ളിയുടെ ടോപ്പിൽ നിന്നുള്ള ഏറ്റവും അടുത്തുള്ള വ്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് ഈ കുഴിയിലേക്കാണ് ഇവിടുന്ന് വെള്ളം വീഴുന്നത്. ഈ കണ്ട കുഴിയുണ്ടോ, ആ കുഴിയിലേക്ക് വീണിട്ട് പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് 2 വഴിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ വീണാൽ പിന്നെ കഴിഞ്ഞ് എത്തിക്കല്. താഴെ അവിടെയൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ പെരിങ്ങൽക്കുത്ത് ഡാം തുറന്നിട്ടുണ്ട്, അതാണ് ഇത്ര വെള്ളം പറഞ്ഞത്. ഈ അവധി ദിവസങ്ങളിൽ ഡാം തുറക്കും, ഷട്ടർ തുറന്ന് വെള്ളം വിടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വെള്ളം. ഇപ്പോൾ നമ്മളതാ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. ട്രൈബൽസ് വന്ന് വിളക്കൊക്കെ വയ്ക്കുന്നതാണ്, നമുക്കിവിടെ കാണാം. വിളക്ക്, തിരി, കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യപ്പനാണ്, എന്തോ ആദിവാസികൾ വന്ന് വിളക്ക് വെച്ച് പൂജിക്കുന്ന ഒരു സ്ഥലമാണ്. നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സംഭവം. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇനിയും കുറച്ച് ദൂരം യാത്ര ചെയ്യാണ്ട്. കുറച്ച് മുകളിൽ പോയിട്ട് എന്തെങ്കിലും പഴം എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് വീണ്ടും തുടരാം. ഇപ്പോൾ നമ്മളങ്ങനെ അവസാനം നമ്മളിതാ ഒരു ക്യാമ്പ് ഷെഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ജീപ്പ് ഇതാ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ചെറിയൊരു ലഘുഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പയാണ്. കപ്പയും പിന്നെ പുഴുങ്ങിയ പഴം, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം വന്നു. വരുന്ന വഴിക്ക് നിറച്ച് ആനപ്പിണ്ടാണ്, പക്ഷേ ചൂട് ആയതുകൊണ്ടൊന്നും നമ്മളൊന്നും കാണില്ല. ഇപ്പോൾ നമ്മളെ മുന്നിൽ വന്ന ജീപ്പാണ്. ഇപ്പോൾ 2 ജീപ്പാണ് രാവിലെ ഉള്ളത്, 2 ജീപ്പ് ഉച്ചയ്ക്കും. അങ്ങനെ ദിവസം 4 സഫാരിയാണുള്ളത്. രാവിലെ 7 മണിക്കൊന്ന്, 7:30-1, ഉച്ചയ്ക്ക് 1:30-1, 2 മണിക്കൊന്ന്, അങ്ങനെ 4 സഫാരിയാണ് ഒരു ദിവസം ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി പോയിട്ട് ഭക്ഷണം കഴിക്കാം. ആനയ്ക്ക് ഉള്ളിലുണ്ട്. വാ. ഇപ്പോൾ ഇത് കണ്ട ആനകൾ കയറാനിരിക്കാൻ ട്രെഞ്ചൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു വീതി കുറഞ്ഞൊരു പാലമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചും കൂടി വീതി കൂടിയുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇനി വീണ്ടും മുകളിലേക്ക് ഒരു 1.5 കിലോമീറ്ററും കൂടി പോയിട്ട് നമുക്ക് മടങ്ങിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു അരുവിയാണ്. ഇപ്പോൾ പിന്നെ വേനലായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഉള്ളിലേക്ക് കയറാം. കുറച്ചും കൂടി വീതിയുണ്ട് ഇവിടെ, അപ്പുറത്ത് ഇത്ര വീതിയില്ല. ആണെന്നോ ആമക്കുട്ടി ഒറ്റയ്ക്ക് നടക്കാമെന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ. മാമി നടന്നേ. ഉള്ളു കയറാ. നല്ല കാറ്റ്. ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഷെഡ്. 1, 2 റൂം, പിന്നെ അവിടെയൊക്കെ ബെഡുണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഒരു കണ്ണാടിയുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളിതാ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, ചായ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ല രസമാട്ടോ. ഈ വേനലായിട്ടും അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈറ്റിങ് കിട്ടുക എന്നൊക്കെ ഉള്ളതൊരു ലെക്കാണ്, എല്ലായ്പ്പോഴും കിട്ടിക്കോളന്നില്ല. സോ ഞങ്ങൾ മുന്നിൽ വന്നതാ ഈ ജീപ്പുകാർക്ക് വരുമ്പോൾ ആനയെ കിട്ടി റോട്ടിൽ. അവിടെ ഞങ്ങൾ ആ ആന കണ്ട കാലത്ത് ഞങ്ങൾ കണ്ടപ്പോൾ കാട്ടുപോത്തായിരുന്നു.
അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓരോ ഡിപ്പെൻസാണ്. ശരി ശരി. അപ്പോൾ അവർ ഞങ്ങളെ മുന്നിൽ വന്ന ടീമാണ്. അപ്പോൾ അവർ ചാറ്റ് കൊടുക്കും മാമി. അപ്പോൾ അവർ പോവാണ്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇഷ്ടംപോലെ ആനപ്പുണ്ട് വന്നത്. കാരണം പുഴയുടെ സൈഡിലൂടെയുള്ള വഴി ആയതുകൊണ്ട് വെള്ളം കുടിക്കാനും മറ്റേതൊക്കെ ആയിട്ട് ഇപ്പുറത്തേക്കാണ് ആനകൾ മിക്കവാറും പോവാം. സോ അതുകൊണ്ട് എന്തായാലും പാസിംഗ് ഉള്ള റൂട്ടാണ്. പിന്നൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. മാമിയുടെ കാലാട്ടിരിക്കുകയാണോ? മാമിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് സ്ഥലം? ചോറ കൊണ്ട് ഇവിടെ കലേ വീട്ടിൽ പോണാ? വേണ്ട അല്ലേ? വെള്ളം കുടിക്കൂലേ? ഇപ്പൊ ഭക്ഷണം ഇതാണ്. കട്ടൻ ചായ, നല്ല ചെണ്ടക്കപ്പ, പിന്നെ കാന്താരി ചമ്മന്തിയാണ് തോന്നുന്നു, പിന്നെ പുഴുങ്ങിയ പഴം. നമുക്കിത് കഴിച്ചിട്ട് ഇനി ഇവിടുന്ന് യാത്ര തുടരാം. കണ്ടോ വെള്ളം? കണ്ടോ? കണ്ടോ? ആനക്ക് കുടിക്കാനുള്ള വെള്ളം. നടക്ക്. വെള്ളം പപ്പു ചാടണ മാതിരിയാണല്ലോ ചാടി കളിക്കുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, രക്ഷയില്ല. നല്ല കപ്പയും ചമ്മന്തി, നല്ല ഏലക്കാട്ട ചായയും. പിന്നെ നമുക്ക് മുകളിലേക്കാണ്, ഈ മുകളിലേക്കുള്ള വഴിയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. 1.5 കിലോമീറ്റർ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച് പോവും. തിരിച്ച് വന്ന വഴിയല്ല, പകുതി ദൂരം വന്ന വഴിയാണ്. പിന്നെ അവിടെ നിന്ന് വേറൊരു വഴിയിലേക്ക് നമ്മൾ കയറി പോവും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളെ ക്യാമ്പ് ഷെഡിൻ്റെ നേരെ മുന്നിൽ കണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ? ഈറ്റ ഒക്കെ ആന വലിച്ചിട്ടാവും ഈ സൈഡിലൊക്കെ. സോ ഇത് ആനകളുടെ മെയിൻ ഏരിയ ആവുന്നുണ്ട് ഈ ഈറ്റ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി മുകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ വേറെ റൂട്ടിലൂടെയാണ് പോകുന്നത്. നമ്മൾ വന്നത് ആ വഴിയാണ്. നമ്മളവിടെ നിന്ന് തിരിച്ച് ഈ വഴിയിലൂടെ പോകണം. ഇവിടെ ഒരു ഏറുമാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഫെൻസിങ് ഉണ്ട്, ആക്റ്റീവാണ്. നമ്മുടെ സൗണ്ട് ഒക്കെ ടിക് ടിക്. അപ്പോൾ തുറന്ന് നമ്മളുള്ളിൽ കയറി നമ്മൾ ഈ വഴി ആണ് നമ്മളിനി പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഈ അവസാനം ഏറുമാടത്തിൻ്റെ അവിടെ എത്തി. നല്ല കിടിലൻ ഏറുമാടട്ടാ. 4 മരത്തിൽ സെറ്റ് ചെയ്ത് കിടുക്കനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലേക്കൊക്കെ ആണെങ്കിൽ കയറി പോവാം, നോക്കി കയറിയാൽ മതി എന്ന് മാത്രം. ഇതാണ് ഇതിൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ തേക്കാണ് കംപ്ലീറ്റ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്താ വെച്ചാൽ അതിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ സംഭവം ഞാൻ കാണിച്ചത്. മുകളിൽ കയറണ മാമിനൊക്കെ കണ്ട ഉടുപ്പൊക്കെ
ക്യാമറയുടെ ബോഡി ഉണ്ടോ നോക്കും, ഒരുമാതിരി ചൊക്കാന്നിരിക്കണേ. പൂതുമ്പോ കാണിച്ചിട്ടാ പോയാണ്ടോ? ആ അങ്ങനെ മണ്ണാണ് മൊത്തം. വണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ അവൻ്റെ തലയൊക്കെ ആകെ മണ്ണ് പിടിച്ചിരിക്കുന്നു. വണ്ടി കണ്ടോ, മണ്ണിൽ കുളിച്ചുള്ളൊരു കളിയാണ്. പക്ഷെ സംഭവം കിട്ടും കേട്ടോ, നല്ല കിടുക്കൻ പരിപാടിയാണ്. വെയിൽ മാത്രമാണ് ഒരു പ്രശ്നം. അപ്പോൾ ഈ പൊടി നല്ല രീതിക്ക് ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കണം ഈ വഴിക്ക് വരുമ്പോൾ. അത്യാവശ്യം നല്ല മാസ്ക് ഉണ്ട് ഇവിടെ, എന്നാലും മൊത്തം കവർ ചെയ്യാൻ പറ്റിയ വല്ല കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇത് പോണ് വാമി ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ബീറ്റ് ഓഫീസറാണ്. നമ്മളെ സഫാരിയിൽ, നമ്മളല്ല ഈ വണ്ടിയിൽ സഫാരിയിലുണ്ടായിരുന്നു. അപ്പോൾ മോള് കയറാൻ വേണ്ടിയിട്ട് വാമിത അങ്ങനെ ഏറുമാടം കാണാൻ പോണം. അങ്ങനെ നമ്മളിതാ അവസാന സ്റ്റോപ്പ് എത്തി. അവസാന സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാലക്കുടി പുഴയ്ക്ക് തന്നെയാണ്. അപ്പോൾ പുഴയിൽ നിന്ന് ഇറങ്ങി വേണമെങ്കിൽ ഒന്ന് മുഖമൊക്കെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി. കാരണം ആകെ പൊടി എന്ന് പറഞ്ഞാൽ പൊടിയുടെ അഭിഷേകം. അപ്പോൾ വാമിയൊക്കെ ആകെ പൊടി ഇതൊക്കെ ആയിട്ട് നിൽക്കണം. അപ്പോൾ നമുക്കൊന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഇതായിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ സ്റ്റേഷനിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഈ സ്റ്റോപ്പും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സഫാരിയുടെ എൻഡായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ ഇവിടെ ആനയൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇതാണ് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ഡീറ്റെയിലും റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം. ചേട്ടൻ കുളിക്കാൻ പോവാ? നമ്മൾ നേരെ പുഴയ്ക്കെത്തി. ഇതിലേ നടന്നു പോരാ, അടിപൊളിയല്ലേ? ഇപ്പോൾ തനിക്കും വാമിത അവിടെ ഇരിക്കണേ. നമ്മളെ കൂടെ ഉണ്ടാകുന്ന വേറെ ജീപ്പിലെ ആളുകളാണ്. നല്ല സെറ്റായിട്ട് ഇതോ ചാലക്കുടി പുഴയുടെ ഭംഗി ആസ്വദിക്കുന്നു. ഇത് ഒരുത്തത് അവിടെ എന്ത് കുളിക്കണേ. എന്നാണ് മുങ്ങിക്കട തല. ശരിക്കും തോർത്തൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവസാനം ഇവിടുന്ന് കുളി പാസ്സാക്കിയിട്ട് നേരാണ്ട് വീട്ടിൽ പോവാം. അപ്പോൾ പിന്നെ അതിനുള്ള തയ്യാറെടുപ്പൊന്നും ഉണ്ടായില്ല. സോ അങ്ങനെ വേണ്ടവർക്കൊക്കെ വന്ന് കുളിക്കുക. അവിടെ കുറച്ച് സമയം കിട്ടും. അപ്പോൾ ഇതാ ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ 10 മിനിറ്റ് ഒന്ന് കിടന്ന് ആർമതിച്ചിട്ടുണ്ട് യാത്ര അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചതാ തിരിച്ച് പോകാൻ വേണ്ടി വണ്ടി കയറി. അപ്പോൾ ഇനി ട്രിപ്പിനെ പറ്റി പറയാം. നല്ല കിട്ടിലൻ ട്രിപ്പാണ്, രക്ഷയില്ല. ആനേനെ നമുക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എല്ലാ ടീമിനും നല്ല സൈറ്റിംഗ് ഉണ്ടായിരുന്നു. നല്ല സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10-30 ആനകളുടെ കൂട്ടം വരെ ഉണ്ടായിരുന്നു ഇന്നലെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്നെന്തോ അറിയില്ല, സാധാരണ ആ കാട് പോകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ആനകളുടെ കാര്യം. സോ നമുക്ക് ആകെ ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ. പിന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിടുവായിരുന്നു. വേറെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആതിരപ്പള്ളിയുടെ വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. തൃശ്ശൂർ സൈഡിൽ നിന്നാണ് സാധാരണ എല്ലാവർക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 10 രൂപയാണ് ഇതിൻ്റെ ചാർജ്. അതായത് 10,000 രൂപ ഒരു ജീപ്പിന്. പരമാവധി 6 പേർക്ക് പോവാം. 6 പേരെന്ന് പറയുമ്പോൾ ടൈറ്റ് ആവും, തടിയില്ലാത്തവരാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ 4 പേരായിരിക്കും, 4 to 6 പേർക്കാണ് മാക്സിമം പോകാൻ പറ്റുക. ഇതിനെ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നമ്മളെ സിൽവർ സ്റ്റോമിന് ഓപ്പോസിറ്റുള്ള വിട്ടിലപ്പാറ പാലം കയറി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കല്ലാന എസ്റ്റേറ്റ് കൂടെ കയറി വന്നിട്ട് 9ാമത്തെ ബ്ലോക്കിലാണ് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ രാവിലെ 7 മണിക്കും 7:30ക്കും
ഓരോ സഫാരി വൈകി ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് 2:30 അങ്ങനെ മൊത്തം 4 സഫാരി ഒരു ദിവസം ഉണ്ടാവുക. രാവിലെ 2 ഉച്ചയ്ക്ക് ശേഷം 2. അപ്പോൾ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്പറിൽ വിളിക്കുക. അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണം, 10 രൂപ ചെയ്യണം. 4 പേര് അല്ലെങ്കിൽ 6 പേർക്ക് നിങ്ങൾക്ക് നേരെ രാവിലെ 7 മണി 6:30 ആകുമ്പോൾ എത്തുകയാണെങ്കിൽ 6:30 എത്തുകയാണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എത്തുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ പരിപാടി തുടങ്ങുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു നൈറ്റ് സ്റ്റേ ഇവിടെ വരുന്നുണ്ട്, ഇത് കാട്ടിൽ തന്നെ ഫോറസ്റ്റിൻ്റെ, അതിൻ്റെ പണി നടക്കുന്നുള്ളൂ. അത് അടുത്ത് തന്നെ വരും. പിന്നെ നടന്നു പോകാനുള്ള ട്രക്കിംഗ് ഉണ്ട്, അതിന് 1500 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ് വരുന്നത്. അതും ഇതിലൊക്കെ ലഘുഭക്ഷണമൊക്കെ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പോവുക. നമ്മൾ ഈ ഭാഗത്ത് അങ്ങനെ ജംഗിൾ സഫാരി ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സേഫാണ്. വാമിക്ക് നന്നായി എൻജോയ് ചെയ്തു. നല്ല കിടലൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് താല്പര്യമുള്ളവർ വരിക, ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.